നാലാമത്തെ ആയത്ത് മുതൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 144-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينهم لله فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما ما يفعل الله بعذابكم إن شكرتم وآمنتم وكان الله شاكرا عليما. ഇനി സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയായിരിക്കണം നിങ്ങളുടെ മൈത്രീ ബന്ധം, സുഹൃബന്ധം കെട്ടിപ്പടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ ആയത്തിൽ നൽകുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, നിങ്ങൾ ഒരിക്കലും സത്യനിഷേധികളെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഇവിടെ വലിയ ഔലിയ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം, ആത്മമിത്രം എന്നൊക്കെയാണ് അർത്ഥം. വലിയന് പല അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു അർത്ഥമാണെന്ത്? ആത്മമിത്രം അല്ലെങ്കിൽ ഉറ്റമിത്രം എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആത്മമിത്രങ്ങളായി ഒരിക്കലും നിങ്ങൾ സത്യനിഷേധികളെ സ്വീകരിക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ഏത് മതവിശ്വാസികളായിരിക്കും ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ എല്ലാ അവസ്ഥകളും പരിപൂർണമായി അറിയുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രമാകാനേ പാടുള്ളൂ എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല സൂറ മാഇദയിലെ 51-ാമത്തെ ആയത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ, നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഇതേപോലെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ മൊത്തത്തിൽ എന്ത് പറഞ്ഞു? അവിശ്വാസികളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല, ഉറ്റ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ അതിൽ പ്രത്യേകം അല്ലാഹു അഹ്ലു കിതാബിനെ എടുത്തു പറയുകയാണ്. അൽ യഹൂദ, ജൂതന്മാരെയും, വന്നസ്വാറ, ക്രിസ്ത്യാനികളെയും. കാരണം എന്താ? ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ അന്യോന്യം പരസ്പരം ആത്മമിത്രങ്ങളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ത് തന്നെയാണ്? അവർ പരസ്പരം അന്യോന്യം ആത്മമിത്രങ്ങളാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ ഇതേപോലെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു നിർദ്ദേശം
കൊടുക്കാൻ അന്ന് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം ഏത് കാലത്തും മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുള്ള ആളുകളിൽ ചിലർ അവരുടെ കുടുംബങ്ങളും അതേപോലെ തന്നെ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആളുകളാണ്, ഹിജറ പോയവരാണ്. അങ്ങനെ ഹിജറ പോയവരിൽ ചില ആളുകൾ, അതിൽ ഹാത്തിബ് ബിനു അബീ ബൽതഅ പേരെടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അത് മക്കയിലുള്ള മുശ്രിക്കുകൾക്കും ബഹുദൈവ വിശ്വാസികൾക്കും എതിരായിട്ടൊക്കെയുള്ള വളരെ സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള മെസ്സേജ് ഇവിടുന്ന് അങ്ങോട്ട് ആര് കൊടുക്കും? ഈ ഹാത്തിബ് ബിൻ അബീ ബൽതഅ പോലെയുള്ള ആൾ കൊടുത്തിരുന്നു. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിലാണ് അവർ പറഞ്ഞത്. അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എൻ്റെ സ്വത്തും സംഗതികളൊക്കെ സംരക്ഷിക്കുന്ന കുറേ ആൾക്കാർ, എനിക്ക് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, പിന്നെ എൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അതൊരു സംഭവം, അങ്ങനെയുള്ള പല സംഭവങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന, അവരുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിൽ വീഴ്ചയും വിള്ളലും വരുത്തുന്ന വിധത്തിലുള്ള ഒരു വാർത്തകളും വിവരങ്ങളും മറ്റുള്ള ആളുകൾക്ക് ഒരിക്കലും കൈമാറാൻ പാടില്ല. അതൊരു വിശ്വാസവഞ്ചന കൂടിയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഭദ്രത, സുരക്ഷിതത്വം അതൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഓരോ വിശ്വാസിയുടെയും കടമ കൂടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ വഞ്ചന, ചതി പോലെയുള്ള സംഗതികളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ഉണർത്തൽ കൂടിയാണ്. നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങളുടെ സൗഹൃദം, ഇതുപോലെയുള്ള നിങ്ങളുടെ സ്നേഹബന്ധങ്ങളൊക്കെ തന്നെ ഇത്തരം അപകടകരമായ രീതിയിൽ അത്തരം പ്രവണതകളിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നത്. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികൾക്ക് പുറമെ സത്യനിഷേധികളായ ആളുകളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ അതേ അവസരത്തിൽ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളുടെ സഹായങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. പല കാര്യത്തിനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള അവസ്ഥയുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനെന്തില്ല, വിരോധമില്ല. ഉദാഹരണം, പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിരുന്നല്ലോ മക്കയിൽ നിന്ന് റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോയത്. ഹിജറ പോകുന്നതിന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സാധാരണ അവർ പോകുന്ന ഒരു റൂട്ടുണ്ട്, ഒരു വഴിയുണ്ട്. അതേ വഴിയിൽ തന്നെ പോയാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ അന്വേഷിച്ചു, ഈ പതിവ് വഴിയല്ലാത്ത വേറെ ഏതെങ്കിലും വഴി അറിയുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ സഹാബത്ത് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാളെ കണ്ടെത്തി. അയാൾ വിശ്വാസിയല്ല, പക്ഷെ അദ്ദേഹം വിശ്വസ്തനാണ്. വിശ്വസ്തനാണ്, മുശ്രിക്കുകളിൽപ്പെട്ട ആളാണ്. അബ്ദുല്ലാഹിബിൻ ഉറൈഖത്ത് അൽ-ലൈസി എന്ന ആ വ്യക്തിയെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അദ്ദേഹത്തെയാണ് പ്രവാചകന്റെ വഴികാട്ടിയായി ഹിജറ വേളയിൽ സ്വീകരിച്ചത്. അദ്ദേഹം ഒരിക്കലും ചതിക്കൂല, വഞ്ചിക്കൂല എന്നുള്ള ഉറപ്പും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആ കൃത്യമായ അറിവും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലിൻ്റെ ഗൈഡ് ആയിട്ട്, റൂട്ട് ഓഫീസറായിട്ട് ആരെയാണ് നിയമിച്ചത്? ഒരു മുശ്രിക്കായ ആളെയാണ് നിയമിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം മുസ്ലിങ്ങളുടെ ഭരണപരമായ കാര്യങ്ങളിൽ, ഇപ്പോൾ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന ഖിലാഫത്ത് ഖുലഫാഉർ റാഷിദുകളുടെ ശേഷമൊക്കെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളുടെ സഹായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ അവരുടെ ഓഫീസുകളിലൊക്കെയുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് അബ്ബാസിയ കാലഘട്ടമൊക്കെ ആയപ്പോൾ മറ്റുള്ള മതങ്ങളുമായുള്ള സഹവർത്തിത്വവും ഒരുമിച്ച് കൂടിയുള്ള ജീവിതവുമൊക്കെ വിപുലമായ സന്ദർഭത്തിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അതിർത്തി അത് വിശാലമായ സന്ദർഭത്തിലൊക്കെ ആ നാട്ടിലൊക്കെയുള്ള ആളുകൾ, പരിചയസമ്പന്നരായ ആളുകളെയൊക്കെ ഭരണകാര്യങ്ങളിൽ അവരുടെ സഹായം തേടിയിരുന്നു ഒക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം അതിനൊന്നും ഇതെതിരല്ല. എന്നാലോ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും സ്വകാര്യതകളും പരസ്പരം അറിയുകയും കൈമാറുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇത്തരം ബന്ധങ്ങൾ നീങ്ങാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ഓരോ കാലത്തും സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിക്കൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. പിന്നെ ചോദിക്കുന്നു, അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീനാ. അതുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തജഅലൂ ലില്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്കെതിരിൽ സുൽത്താന മുബീന, വ്യക്തമായ ഒരു തെളിവുണ്ടാക്കി വെക്കണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അൽ ഹുജ്ജ എന്നാണ് അർത്ഥം. ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്. അൽ ഹുജ്ജ വൽ ബുർഹാൻ എന്നൊക്കെയാണ് ഇവിടെ സുൽത്താനിൻ്റെ അർത്ഥം. സുൽത്താൻ എന്നുള്ളതിന് അധികാരമൊക്കെ ഉള്ള അർത്ഥമുണ്ട്. സുൽത്താൻ അധികാരം കൈയാളുന്ന വ്യക്തി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ അള്ളാഹുവിനെതിരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിന് തെളിവുണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരം സമീപനങ്ങളിലൂടെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അതേപോലെ നിങ്ങളോട് ബദ്ധവൈരം വെച്ച് പുലർത്തുന്ന അവിശ്വാസികളായ ആളുകളെയും ഉറ്റമിത്രങ്ങളാക്കി വെക്കുക മുഖേന നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അപ്പം അതിന് നിങ്ങൾക്കെതിരിൽ തന്നെയുള്ള തെളിവുണ്ടാക്കുകയാണോ ഇത്തരം മൈത്രീ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട്, കൂട്ടുകെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഭദ്രതയും സുരക്ഷിതത്വവും കെട്ടുറപ്പും അത് നിലനിൽക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട്, അത് മുസ്ലിം ഉമ്മത്ത് എപ്പോഴും ഇങ്ങനെ സുരക്ഷിതമാകണമെന്ന ആ ലക്ഷ്യത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ. ഏതൊരു സമൂഹവും എപ്പോഴും എവിടെയും ഭദ്രവും സുരക്ഷിതത്വവുമാകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഇത് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പൊതുവായ ഒരു നിർദ്ദേശം കൂടിയായി ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അതൊന്ന് ഓതി നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ അയൽപക്കക്കാരായ ആളുകൾ മറ്റിതര വിശ്വാസികളാണ്, മതവിശ്വാസികളാണ്. നമ്മുടെ കച്ചവടത്തിൽ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളായിരിക്കാം. നമ്മുടെ കൃഷിയിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സഹായങ്ങളും സഹകരണവും അവരുടെ തൊഴിൽപരമായ കഴിവുകളുമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യം നമുക്കുണ്ടാകും എല്ലാവരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എൻ്റെ ഒരു തൊഴിലാളിയായി വെക്കുന്നത്, അതുപോലെ തന്നെ ഞാനൊരു സേവകനായി വെക്കുന്നത്, എൻ്റെ ബിസിനസ്സിലോ എൻ്റെ കൃഷിയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ തന്നെ അവരുടേതായ അവരുടെ പങ്കാളിത്തം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനൊന്നും ഇത് എതിരായി നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ എതിരാകുമായിരുന്നെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് ഏതായാലും അവിടുത്തെ വഴികാട്ടിയായി ആരെ സ്വീകരിക്കുമായിരുന്നില്ല?
അബ്ദുല്ലാഹിബിന് ഉറൈക്കത്ത് അല്ലൈസി എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ ബഹുദൈവ വിശ്വാസിയായ ആളെ സ്വീകരിക്കാൻ സന്നദ്ധനാകുമായിരുന്നില്ല. പക്ഷേ റസൂൽ ഒരു കാര്യം ഉറപ്പുവരുത്തി, അദ്ദേഹം വിശ്വസ്തനാണ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്കും എന്ത് ചെയ്യുന്നതാണ്, ഇയാളുടെ സ്വഭാവം വിശ്വാസത്തിലേക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നോക്കൂ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറ. അപ്പോൾ കപടവിശ്വാസികളെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവർ പൊതു സമൂഹത്തിന് ഉണ്ടാക്കുന്ന അപകടകരമായ പ്രവണതകളെക്കുറിച്ചും കൃത്യമായി ഖുർആൻ വിശദീകരിച്ചു തന്നു. അവരാട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നും കാര്യം കൂടി പറഞ്ഞു. ഇനി അവർക്ക് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇന്നൽ മുനാഫിഖീൻ, നിശ്ചയമായും കപടവിശ്വാസികൾ, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകാഗ്നിയുടെ അടിയിലെ ദർക്കിലാണ്. ദർക്ക് എന്ന് പറഞ്ഞാൽ ദർക്ക്, ദർക്കത്ത്, ദറക്കാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ദറജാത്ത് എന്നാണ്. അപ്പോൾ നരകത്തിൻ്റെ അടിയിലെ തട്ടിലാകുന്നു ആരുള്ളത്? അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലേത് എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഴലയാണ്. അഴലയുടെ ഓപ്പോസിറ്റാണെന്ത്? അസ്ഫൽ. അഴല എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു. സ്വർഗത്തിൻ്റെ പദവി എങ്ങനെയാണ്? ഉയർന്തോറുമാണ് അതിൻ്റെ മഹിമ വർദ്ധിക്കുന്നത്. എന്നാൽ നരകത്തിൻ്റെതോ താഴേക്ക് പോകുന്തോറുമാണ് അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ശക്തി, നരകത്തിൻ്റെ ശക്തി, തീയിൻ്റെ ശക്തി കൂടുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് കപടവിശ്വാസികൾക്ക് ഏറ്റവും കഠോരമായ നരകാഗ്നിയുടെ ശിക്ഷയാണ് ലഭിക്കുക എന്നത് സൂചിപ്പിക്കുകയാണ് അദ്ദർക്കുൽ അസ്ഫലു മിനന്നാർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവർ എന്താണ് ചെയ്തത്? വിശ്വാസി സമൂഹത്തെ കാപ്പട്യം കൊണ്ട് പ്രവാചകനെ വഞ്ചിച്ചു, വിശ്വാസികളെ വഞ്ചിച്ചു. അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ടാക്കി വെച്ചു. അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തു. അവരുടെ സ്വഭാവങ്ങളൊക്കെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തിന്മയുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തിയവരാണ് അവർ എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷയിൽ അവർക്ക് കാഠിന്യം വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, വലൻ തജിദ ലഹും നസീറ, അവർക്ക് ഒരു സഹായിയെയും നിങ്ങൾ കാണുകയില്ല പ്രവാചകരെ. ഒരിക്കലും അവർക്ക് ഒരു സഹായിയെയും നീ കണ്ടെത്തുന്നതല്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് രക്ഷകനോ സഹായിയോ ആയി ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നതാണ്. അതൊന്ന് ഓതി നോക്കൂ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രമേലുണ്ട് എന്നാണ് ഈ അടുത്ത ആയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഏതൊരു അവിശ്വാസിയാണെങ്കിലും, ഇനി അവൻ മുനാഫിക്കാണെങ്കിലും മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും, അവൻ്റെ നിലപാട് നന്നാക്കി അവൻ വിശ്വാസം സ്വീകരിച്ച് കടന്നു വരികയാണെങ്കിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ആര്? അള്ളാഹു. ഇസ്ലാം അവർക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വലിയ പാപിയാണെങ്കിലും അള്ളാഹുവിനോട് നിഷ്കളങ്കമായി ഖേദിച്ച് മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി അവനോട് പാപമോചന പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ എല്ലാവരെയും ആര് സ്വീകരിക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു, റസൂൽ സ്വീകരിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവൻ മാറേണ്ടത് എന്താണ്? മനുഷ്യൻ്റെ മനസ്സാണ്, അവൻ്റെ നിലപാടുകളാണ് മാറേണ്ടത്. അതുകൊണ്ടാണ് ഈ നരകത്തിൻ്റെ കപടവിശ്വാസികൾക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്ന അതികഠിനമായ കഠോരമായ ശിക്ഷയുടെ കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയുന്നത് നോക്കൂ, ഇല്ലല്ലദീന താബു. ആരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? 4 കാര്യങ്ങളാണ് എണ്ണി പറയുന്നത് കേട്ടോ. ഒന്നെന്താണ്? തൗബ.
ഇല്ലല്ലദീന താബു, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയവർ ഒഴികെ. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയവരൊഴികെ എന്നാണ്. അപ്പോൾ തൗബക്ക് അത്രമേൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ ഹുവത് തവ്വാബു അർറഹീം, അള്ളാഹിൻ്റെ റഹ്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അധികമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ അവൻ കരുണാമയനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു അർറഹീം, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. അതിന് ശേഷമൊക്കെ റഹീമാണ് പറയുന്നത്. റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം അത്രമേൽ വിശാലമാണ്. അള്ളാഹു റഹീമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഭാഗമുണ്ട്. കാരുണ്യം എന്ന ഈ വികാരത്തെ, കാരുണ്യത്തെ അതിനെ 100 അംശിക്കുന്നു. എത്ര? 100 അംശിക്കുന്നു. ആ 100 അംശത്തിൽ ഒരംശം മാത്രമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിലേക്ക് ആകെ ഇറക്കിയിട്ടുള്ളത്. കാരുണ്യമെന്ന ആ അതിമഹത്തായ ആ ഗുണത്തെ 100 അംശിച്ചതിൽ ഒന്ന് മാത്രമാണ് എവിടെയുള്ളത്? ഈ പ്രപഞ്ചത്തിലുള്ളത്. പ്രപഞ്ചത്തിൽ എല്ലാവർക്കും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുന്ന കാരുണ്യം. അതേപോലെ തന്നെ ഈ ഭൂമിയിലുള്ള മനുഷ്യർ മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യം, ജീവികൾ ജീവികളോട് കാണിക്കുന്ന കാരുണ്യം. ഒരു പക്ഷി, തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ചിറകിൻ്റെ ചുവട്ടിലേക്ക് തന്നോട് ചേർത്ത് വെച്ച് ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം. ഒരൊട്ടകം തൻ്റെ ഒട്ടക കുഞ്ഞിൻ്റെ ദേഹത്ത് കാല് തട്ടാതിരിക്കാൻ കിടക്കുന്ന അരികിൽ കൂടെ പോകുമ്പോൾ കാലുയർത്തി കുഞ്ഞിൻ്റെ മുകളിൽ തട്ടാതെ നോക്കുന്ന ആ കാരുണ്യം. അങ്ങനെ ഓരോരോ കാരുണ്യം റസൂൽ അങ്ങനെ എടുത്തു പറഞ്ഞാണ് ഹദീസിൽ ഈ 2 കാര്യങ്ങളും. ഇങ്ങനെ എന്തൊക്കെ കാരുണ്യമുണ്ട്. മാതാക്കൾ മക്കളോട് കരുണ കാണിക്കുന്നില്ലേ? മനുഷ്യർ പരസ്പരം കരുണ കാണിക്കുന്നില്ലേ? ഈ കാരുണ്യമൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഈ ഒരൊറ്റ അംശത്തിൻ്റെ ഭാഗമാണ്. ബാക്കി എത്രയുണ്ട്? 100-ല് ബാക്കി എത്രയുണ്ട്? 99 അത് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹ് പറയാണ്, അത് മനുഷ്യരെ വിചാരണ ചെയ്യുന്ന നാളിൽ, മരണാനന്തര ജീവിതത്തിൽ അവർക്ക് നൽകാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണത് എന്ന്. അത്രമേൽ കരുണാമയനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. വഇന്നഹു ലഗഫാറുൻ ലിമൻ താബ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ആൾക്ക് അധികമായി പൊറുക്കുന്നവനാണ് ആര്? അള്ളാഹു. ഗാഫിറുദ് ദംബി ഖാബിലുത് തൗബ്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഗാഫിറുദ് ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഖാബിലുത് തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇല്ലല്ലദീന താബു, തൗബ ചെയ്താൽ എന്തായി? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ നിഷ്കളങ്കമായിരിക്കണം. എല്ലാറ്റിലും എന്ത് വേണം? ഇഖ്ലാസ് വേണം. കാരണം എന്താ? അള്ളാഹ് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. ലാ യൻദുറുല്ലാഹു ഇലാ ജിസാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. 2 കാര്യമാണ് പറഞ്ഞത്. അള്ളാഹു നിങ്ങളുടെ രൂപഭാവങ്ങളല്ല നോക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളല്ല നോക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ മനസ്സിലേക്കും ആ മനസ്സ് സ്ഥിതി അനുസരിച്ചുള്ള നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. അതാണ് നമ്മൾ നന്നാക്കേണ്ടത്. തൗബയിലും എന്ത് വേണം? ആ ഇഖ്ലാസ്. നമ്മൾ തൗബക്ക് വേണ്ടി, തൗബക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഷർത്തുകളൊക്കെ കഴിഞ്ഞ ആയത്തിൽ സൂറത്തുൽ നിസാ അല്ലത് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തെ തൗബയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തേത് എന്താ നോക്കൂ. രണ്ടാമത്തെ കാര്യം, തൗബ കഴിഞ്ഞാൽ പിന്നെന്താ പറയുന്നത്? പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെയുള്ള പോലെയുള്ള ജീവിതമല്ല ജീവിക്കേണ്ടത്. അവരുടെ നിലപാടുകൾ നന്നാക്കുക. അസ്ലഹ യുസ്ലിഹു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇസ്ലാഹ് വരുത്തുക. അവരുടെ നിലപാടുകൾ നന്നാക്കുകയും ചെയ്താൽ, പഠിച്ചോനൊരു തെറ്റ് പറ്റി ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പണ്ടത്തെ പോലെ പിന്നെ ആകാൻ പാടുണ്ടോ? നിലപാട് മാറി.
അയാളുടെ ജീവിതത്തിലെ അവസ്ഥകൾ മാറ്റുന്ന ഒരു രീതി ഉണ്ടാകണം. ഇസ്ലാഹ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, മറ്റുള്ളവരുമായുള്ള ഇടപഴകലുകൾ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ പിന്നെന്ത് ചെയ്യണം? നമ്മുടെ നിലപാടുകൾ മാറണം. എന്ന് പറഞ്ഞാൽ ഏതിനനുസരിച്ച് മാറണം? ദീനിനനുസരിച്ച് മാറണം. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ശ്രദ്ധേയമായൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. രണ്ടിലും ഇസ്ലാഹ് വേണം. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അല്ലാഹുവേ എൻ്റെ ദീനിൽ നീ എനിക്ക് ഇസ്ലാഹ് ഉണ്ടാക്കി തരണമേ. ദീനിലാണ് നവോത്ഥാനം, മാറ്റം, നന്മയുണ്ടാക്കേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ ദീനാണ് നന്നാക്കേണ്ടത്. കാരണം എന്താ? അതാണ് എൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം. നമ്മുടെ മുഴുവൻ കാര്യങ്ങളുടെയും ഇസ്മത്ത് എന്തിലാണ്? നമ്മുടെ ദുനിയാവിലാണോ? നമ്മുടെ ബിസിനസ്സിലാണോ? നമ്മുടെ കൃഷിയിലാണോ? നമ്മുടെ ഏതെങ്കിലും അധികാര പദവിയിലാണോ? നമ്മുടെ ഉദ്യോഗങ്ങളിലാണോ? അല്ല. നമ്മുടെ സുരക്ഷിതത്വം എന്തിലാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഈ പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും സുരക്ഷിതത്വം കുടികൊള്ളുന്ന എൻ്റെ ദീനിനെ നന്നാക്കണേ എന്നാണ്. അപ്പം എപ്പോഴും നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്താണ്? ദീൻ, നമ്മുടെ മതബോധം, നമ്മുടെ ധർമ്മനിഷ്ഠ, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ പേടിയും ഖുശൂഉം ഭയഭക്തിയും ഒക്കെയാണ് നമ്മൾ നന്നാക്കേണ്ടത്. നേരെ മറിച്ചും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് നന്നാക്കിയാൽ ദുനിയാവും നന്നാകും. വസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി, എൻ്റെ ജീവിതം ഏതൊരു ദുനിയാവിലാണോ റബ്ബേ നിലനിൽക്കുന്നത്, ആ ദുന്യവിയായ എൻ്റെ അവസ്ഥയും എനിക്ക് എന്ത് നന്നാക്കി തരണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആഖിറത്തിലെ ഹസനത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദീന് വേണം. അതാണ് നിലപാട് നന്നാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ദീനിനനുസരിച്ചായിരിക്കണം നമ്മുടെ എല്ലാ സമീപനങ്ങളും. അള്ളാഹ് എന്താണോ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പറഞ്ഞത്, ആ കാര്യത്തിൽ നോക്കുക കേട്ടോ. മോളെ കാണാൻ വരുന്നുണ്ട്, മോളെ കാണാൻ വരുന്നുണ്ട്. ആര്? പുതിയപ്പള. ആ വിവാഹം ആലോചിക്കുകയാണ്. ആ വിഷയത്തിൽ നമ്മൾ ദീനിനെ നന്നാക്കേണ്ടത് എന്താണ്? മോളെ കാണാൻ വരുമ്പോൾ മോള് പറയാണ് ഇന്ന മിഠായികളൊക്കെ വേണം, ഇത്ര ലക്ഷത്തിന് വേണം, ഇന്ന രീതിയിൽ വേണം, ഇത്ര ആളുകൾ വേണം. കാണാൻ വരവ് ഏതിനനുസരിച്ചായിരിക്കണം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനക്കനുസരിച്ചാണ്, ദീനനുസരിച്ചായിരിക്കണം. അത് കുറഞ്ഞതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങുന്നുണ്ട്. ഇന്നെ കാണാൻ വരുമ്പോൾ ഇത്രയൊക്കെ പെട്ടി അല്ലെങ്കിൽ പാക്ക് അല്ലെങ്കിൽ കൊട്ട മിഠായി കൊണ്ടുവന്നാൽ മതിയോ? ഞാൻ അത്ര മോശക്കാരിയാണോ എന്ന തോന്നൽ. കാരണം എന്താ? ഈ കുട്ടിക്ക് പിന്നെ തോന്നുകയാണ് വേറെല്ല അവിടെ കൂട്ടുകാരിയൊക്കെ പിന്നെ കാണാൻ വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ റീലാക്കി വിട്ടിട്ടുണ്ട്, അത് സ്റ്റാറ്റസിന് കാണുന്നുണ്ട്. നമ്മളെ സ്റ്റാറ്റസിന് മോശമല്ലേ? ഇവിടുന്ന് തുടങ്ങുകയാണ് എല്ലാ സംഗതികളും. നോക്കൂ, അപ്പോൾ ദീനിൻ്റെ സ്പന്ദനങ്ങളും സ്പർശങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നിലപാട് നന്നാക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ നിലപാട് നന്നാക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, പിന്നെ അവിടുന്നൊക്കെ ഉള്ള സംഗതികളെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കോപ്രായങ്ങളും ആഭാസങ്ങളും ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. സാമൂഹ്യ ജീവിതം, കുടുംബജീവിതമൊക്കെ തുടങ്ങുന്നത് അവിടുന്ന് മുതലാണ്. സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എന്താണ്? ഇത്തരം വേണ്ടാത്തരങ്ങളാണ് കാണുന്നത്. നിലപാട് നന്നാക്കിക്കോളൂ സമൂഹമേ, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണ് അല്ലാഹു പറയുന്നത്. രണ്ടാമത്തെ കാര്യം വഅസ്ലഹു, നിലപാട് നന്നാക്കണം. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ. അപ്പം നിങ്ങൾ തൗബ ചെയ്ത് പടച്ചവനിലേക്ക് മടങ്ങി നേരത്തെയുള്ള നിങ്ങളുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും സമീപനങ്ങളും നിങ്ങളുടെ സമ്പ്രദായങ്ങളും പെരുമാറ്റങ്ങളും ശീലങ്ങളും ശിഷ്ടങ്ങളും ഒന്നുമല്ല തൗബക്ക് ശേഷം. അതൊക്കെ മാറ്റി വഅസ്ലഹു, പിന്നെന്ത് ചെയ്തു? വഅതസമു ബില്ലാഹ്. മൂന്നാമത്തെ കാര്യം അതാ പറയുന്നു, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കണം.
പഠിച്ചവനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറക്കി തന്ന ഒരിക്കലും പൊട്ടാത്ത ഒരു പിടിവള്ളിയുണ്ട്, അതിനെ മുറുകെ പിടിക്കാനാണ് ഖുർആൻ പറയുന്നത്. ഏതാണ് പിടിവള്ളി? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ എന്തിനെ? ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ ഒന്നടങ്കം മുറുകെ പിടിക്കേണ്ടത് അള്ളാഹു ഇറക്കി തന്ന ഹബിലിനെയാണ്. ഹബിൽ എന്ന് പറഞ്ഞാൽ എന്താ? പിടിവള്ളി, പാശം നല്ല മലയാളത്തിൽ നമ്മൾ പറയും കയറ്. ഹബിലുല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത അത്ര ശക്തമായ ഉറപ്പുള്ള അള്ളാഹു ഇറക്കി തന്ന കയർ ഒരിക്കലും പൊട്ടൂല. കഴിയുമ്പോൾ പൊടിച്ചോളിയുന്ന വേറെ എല്ലാ കയറുകളും പൊട്ടിപ്പോകുന്നതാണ്. അതൊക്കെ താൽക്കാലിക സുഖം നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നെങ്കിലും നിങ്ങളുടെ പരമമായ സുരക്ഷിതത്വവും രക്ഷയും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. വഅതസബൂ ബില്ലാഹ്, മൂന്നാമത്തെ കാര്യം അല്ലേ? അത് നോക്കൂ, നിങ്ങൾ അതിന്റെ സ്റ്റെപ്പ് പഠിച്ചോ. അങ്ങനെ പറഞ്ഞു തരുന്ന സ്റ്റെപ്പ് എന്തിനു വേണ്ടിയായിരുന്നോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗഫൂറുർ റഹീമുമായ അള്ളാഹു തൗബയുടെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ മലർക്കെ തുറന്നിട്ട് തന്നു. ഇനി നിങ്ങൾ ഈ നിലപാടുകളിലൂടെ കടന്നു പോകണം. നാലാമത്തെ എന്താ പറയുന്നത്? വഅഖ്ലസൂ ദീനഹും ലില്ലാഹ്, നിങ്ങളുടെ ദീനിനെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിഷ്കളങ്കമാക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഖുർആൻ സൂറ നിസായിലെ 175-ാമത്തെ ആയത്ത് ആകുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എത്രയായിട്ടുള്ളൂ? 144-ാമത്തെ. അതിലെന്താ പറയുന്നുണ്ട്? നമുക്ക് അവിടുന്ന് പഠിക്കാം. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅതസമൂ ബിഹി, എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ ഇഅ്തിസാം, അവനിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു വഫളിൽ, അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവരെ പ്രവേശിപ്പിക്കും. വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നില്ലേ? ഈ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വഴി നടത്തും. നല്ല തൗഫീഖ്, നമ്മൾ തൗഫീഖ് എന്ന് പറഞ്ഞ പഠിച്ചവനോട് ദുആ ചെയ്യുന്നില്ലേ? അപ്പൊ അള്ളാഹു ആ കാര്യങ്ങളിലേക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നിങ്ങളുടെ മനസ്സ് നന്നായി, നിങ്ങൾ നല്ലവരായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു അതിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അതാണ് പഠിച്ചവന്റെ സഹായം എന്ന് പറയുന്നത്. തൗഫീഖ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഒരുമ്പെടണം, നമ്മൾ സന്നദ്ധരാകണം, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. വെറുതെ അലസരായി മടിയരായിരിക്കുന്നവർ പഠിച്ചോന്ന് തിരിഞ്ഞു നോക്കൂല. ആരായാലും ആ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞിങ്ങനെ അലസരായിരുന്നാ മതിയോ? ഇല്ല. എന്ത് ചെയ്യണം? അതിനു വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ള പണിയെടുക്കുകയും അതിനുള്ള ത്യാഗം ചെയ്യുകയും അതിനുള്ള ജോലി ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഫസയഹ്ദീഹിം വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, നേരായ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴി നടത്തും. ഇഖ്ലാസ്, എല്ലാ കാര്യങ്ങളിലും എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉള്ള ആളുകളെ പിശാച് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇഖ്ലാസ് ഉണ്ടോ മുപ്പരടുത്തേക്ക് പോയിട്ട് കാര്യമില്ല എന്നാണ് ശൈത്താൻ പറഞ്ഞല്ലേ? ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, എല്ലാ മനുഷ്യന്മാരെയും ഞാൻ വഴിപിഴപ്പിക്കും റബ്ബേ. ആര്? പിശാച്. ലോകാവസാനം വരെയുള്ള എൻ്റെ പണി എന്താണ്? നല്ല ആൾക്കാരെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. ഞാനും എൻ്റെ സൈന്യവും ആ പണി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിശാച് തന്നെ പറയുന്നുണ്ട്, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ അടിമകളിൽ ഇഖ്ലാസ് ഉള്ളവരെ പഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇഖ്ലാസ് എന്നുള്ളത് അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്, ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. സൂറ അസ്-സുമറിലെ 2-ാമത്തെയും 3-ാമത്തെയും ആയത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, നിങ്ങളുടെ കീഴ്വണക്കം
ദാനയദീനു എന്നതിൽ നിന്നാണ് എന്ത് വരുന്നത്? ദീൻ എന്ന്. നമ്മുടെ കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അനുസരണഭാവത്തിൻ്റെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും അങ്ങേ അറ്റത്തെ അവസ്ഥയാണ് ഇത് ഈ കീഴ്വണക്കം എന്ന് പറയുന്നത്. അതാണ് ദീൻ. മുഖ്ലിസൻ ലഹുദ്ദീൻ, നിങ്ങളുടെ പരമമായ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം. ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യണം. നിസ്കരിക്കുമ്പോൾ കപട വിശ്വാസികളുടെ നിസ്കാരത്തിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചില്ലേ? ആ നിസ്കാരത്തിൽ എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. സൂറ അൽ ബയ്യനയിൽ പറയുന്നുണ്ട് അല്ലേ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയൂതുസ് സകാത്ത ദാലിക ദീനുൽ ഖയ്യിമ. എന്താണ് യഥാർത്ഥ ദീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിച്ചത്. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസോട് കൂടിയാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെയാക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ സംശയം ഉണ്ടാകുമോ സക്കാത്തിന്റെ കാര്യത്തിൽ? നമ്മളെല്ലാ റമദാനിലും ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്ന വിഷയം ഏതാണ്? സക്കാത്ത്. നമുക്ക് ഇതുവരെ സംശയം തീരാത്ത ഒരു വിഷയം ഉണ്ടെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ എന്താണ്? സക്കാത്ത് ക്ലിയർ ആയിട്ടില്ല മൗലവി കേട്ടോ. ആ സംഗതി കേട്ട് അത് ക്ലിയർ ആകാൻ കുറച്ചും പ്രയാസം ഉണ്ടാവും. സംസ്കാരമൊക്കെ റെഡിയാക്കണം. ഇങ്ങനെ റെഡിയാക്കാനുള്ള എന്താണ്? സക്കാത്ത്. ഇവിടെയും പറഞ്ഞ് പഠിച്ചോ, നിങ്ങൾ ഇഖ്ലാസോടുകൂടി സക്കാത്ത് കൊടുക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇഖ്ലാസോടുകൂടി സക്കാത്ത് കൊടുത്തു. അതുകൊണ്ട് സക്കാത്ത് സംഭരണോദ്യോഗസ്ഥർ തങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് ഒട്ടകത്തിന്റെ സ്വത്ത് എത്ര ഉണ്ട്? അതാ ആ കാണുന്നൊക്കെ എൻ്റെ ഒട്ടകങ്ങളാണ്, കണക്കെടുത്തോളി. ആ ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൂട്ടുകയാണ്. നീ കണക്കനുസരിച്ച് നിനക്കൊരു ബിന്ദു ലഘുവിനാണ് കൊടുക്കേണ്ടത്. ഒട്ടകത്തിൻ്റെ ഒരു പ്രായത്തിനനുസരിച്ചുണ്ട് കേട്ടോ. പല പേരുകളും ഒട്ടകത്തിനുണ്ട്. പ്രായം അനുസരിച്ചുള്ള പേര് ഒട്ടകത്തിന് അനാഖത്ത് ജമല് എന്ന് മാത്രമൊന്നുമല്ല. അപ്പോൾ ഇന്ന പ്രായത്തിലുള്ള ഒട്ടകമാണ് കൊടുക്കേണ്ടത്. ആ പ്രായമാക്കണ്ട, കുറച്ചും കൂടി മുതിർന്നതിനെ കൊണ്ടുപോയിക്കോളി. ആര്? വേണം, ചെറുത് പോരെ എന്നല്ല, നേരെ മറിച്ച് കുറയ്ക്കണ്ട, കുറച്ച് പ്രായമുള്ളത് മുന്തിയത് വില കൂടുതലുള്ളത് കൊണ്ടേക്കോളി എന്നാ പറയുന്നത്. ഇങ്ങനെ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങി. വേറെ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഒരു മനസ്സുണ്ടായിക്കോളുന്നില്ല. കൃത്യത്തിന് കൊടുത്താൽ പോരെ, അള്ളാ പറഞ്ഞനുസരിച്ച് കൊടുത്താൽ പോരെ. അത് അവർക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ അത് സക്കാത്ത് സംഭരണോദ്യോഗസ്ഥർക്കും ഒരു പ്രശ്നമായി. ഇപ്പം നബി എന്ത് പറയുന്നീ മുമ്പരധികം എന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചാലോ? അതൊക്കെ നബിനോട് ഇങ്ങനെ സംശയമായിട്ട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഇഖ്ലാസോടുകൂടി അങ്ങനെ തരുന്ന ആൾക്കാരോട് നിങ്ങൾ വാങ്ങിക്കോളി. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിക്കാൻ പാടില്ല. അവിടുന്ന് പിന്നെ ഹുസൈന് ഇത്രയാണ് തന്നത്, അതുകൊണ്ട് ഹസനായ നീ ഇങ്ങനെ തന്നെ തന്ന മതി എന്നുള്ളത് പറയാൻ പാടില്ല. അവിടുന്ന് ഇത്ര കിട്ടിയിട്ടുണ്ട് ഇത്ര എണ്ണത്തിന്, അതുകൊണ്ട് നീ ആവുകയാണെങ്കിൽ അങ്ങനെ തന്നോന്ന് പറയാൻ പാടില്ല. അധികമായി തരികയാണെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ അമലുകളിൽ പോരായ്മ വരണ്ട എന്ന് കരുതി എന്ത് ചെയ്യും? കുറച്ചും കൂടി. പണ്ടൊക്കെ ഇപ്പം ഈ വായ്പാ സമ്പ്രദായം ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പ കൊടുക്കുന്ന സമ്പ്രദായം വീടുകളിൽ ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു, പൻസാറില്ലല്ലോ, അപ്പോൾ ഉടനെ ഒരു ഗ്ലാസ് എടുത്ത് അപ്പുറത്തുകാരെ പറഞ്ഞേക്കും, കുട്ടിയെ പറഞ്ഞേക്കും, ബാക്ക് കൂടെ അല്ല കാണാതെ കൊണ്ടിരണം കേട്ടോ, മാനക്കേടാണ്. അങ്ങനെയൊക്കെയുള്ള രീതി ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യും? അവിടുന്ന് ഒരു ഗ്ലാസ് കൊണ്ടുവരും. പക്ഷെ ആ മടക്കി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാമെന്നോ? ഇങ്ങോട്ട് ഒരു ഗ്ലാസ് വടിച്ചാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കുമ്പോൾ വടിക്കാതെ കൊണ്ടുപോയി കൊടുക്കും. പലിശയായിട്ടൊന്നും കണക്കൂട്ടണ്ട. എന്താണ്? അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സഹായിച്ച ഇതല്ലേ, അങ്ങനെ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ വായ്പ തന്നെ അല്ല, അതുകൊണ്ട് പിന്നെ സംഗതി അതേപോലെയുള്ള സംഗതികളാണ്. അതൊക്കെ നമ്മുടെ ഇഖ്ലാസിൻ്റെ ഭാഗമായി നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ കൊടുതികളിൽ, നമ്മുടെ ദാനധർമ്മങ്ങളിൽ, നമ്മുടെ സക്കാത്തുകളിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട സംഗതിയാണ്. അതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതാണ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിഞ്ഞേക്കുക, അള്ളാഹുവിനാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. അള്ളാഹുവിനുള്ളതാണ് എന്ത്?
നിഷ്കളങ്കമായ നിങ്ങളുടെ ദീൻ. ആ ദീൻ എന്ന പദത്തിന് എന്തൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചു. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മതം, അല്ലേ, ധർമ്മബോധം, സംസ്കാരം, അതൊക്കെ ദീനിൻ്റെ അർത്ഥമാണ്. ഇവിടെ വരുമ്പോൾ എന്താണ് അത്? കീഴ്വണക്കം, നിഷ്കളങ്കത. നിഷ്കളങ്കതയിലേക്ക് ചേർത്തിയാണ് ഇവിടെ ദീനിനെ പറയുന്നത്. പിന്നെ മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീൻ എന്നുള്ളിടത്ത് ദീൻ എന്താ? ദീനിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ എന്ന് പറഞ്ഞാൽ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പൊ ഈ ദുനിയാവിലെ ദീൻ എത്ര ഇഖ്ലാസ് ഉള്ളതാകുന്നുവോ അതിനനുസരിച്ചായിരിക്കും പരലോകത്തുള്ള നമ്മുടെ പ്രതിഫലം. ഒക്കെ ആ പദത്തിലാണ് പഠിച്ചവൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ദീൻ, ഇവിടെയുള്ള ദീൻ എത്ര ഇഖ്ലാസ് ഉള്ളതാകുന്നുവോ അതിനനുസരിച്ച് അവിടെയുള്ള കൂലി, പരലോകത്തെ പ്രതിഫലം എന്ത് ചെയ്യും? ഖനം തൂങ്ങും. അതിനനുസരിച്ച് അവിടുത്തെ ദറജ ഉയരും, അഅലയാകും. അൽ ജന്നത്തുൽ ഫിർദൗസുൽ അഅല. ഇവിടെ പറഞ്ഞ മുനാഫിക്കീങ്ങൾക്ക് പറഞ്ഞതോ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ കപടവിശ്വാസികളിൽ നിന്നാണെങ്കിലും അവിശ്വാസികളിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും ഇസ്ലാമിന് പുറത്ത് ഉള്ള ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഈ 4 നിലപാടുകളിലൂടെ അവരുടെ ജീവിതത്തെ അവർ വിശുദ്ധമാക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ എന്താണ്? തൗബ. രണ്ടാമത്തെ എന്താണ്? ഇസ്ലാഹ്. മൂന്നാമത്തെ എന്താണ്? അൽ ഇഅ്തിസാമു ബില്ലാഹ്. നാലാമത്തേതാണ് അൽ ഇഖ്ലാസു ഫിദ്ദീൻ. ഇത് ഉണ്ടെങ്കിൽ ഫഉലൈക മഅൽ മുഅ്മിനീൻ, അവർ ആരോട് കൂടെയാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ. അവർ മുഅ്മിനീങ്ങളായി തീർന്നു. നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ റസൂൽ പറഞ്ഞിട്ടില്ലേ? ലൈസ മിന്ന, അവനൊന്നും നമ്മളിൽ പെട്ടവനല്ല. അവൻ നിലപാട് നന്നാക്കുമ്പോൾ എന്ത് ചെയ്യും? അവരൊക്കെ നമ്മളിൽ പെട്ടവരാകും. അപ്പോൾ ഇസ്ലാമിൻ്റെ വൃത്തത്തിലേക്ക് കടന്നു വരാൻ ഏതൊക്കെയാണ് മാർഗങ്ങളെന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ. മാത്രമല്ല വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അളീമാ, ഭാവിയിൽ സൗഫ വരും കാലത്ത് യുഅ്തില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ആർക്ക്? അൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക്. അജ്റൻ അളീമാ, മഹനീയമായ പ്രതിഫലം. അള്ളാഹുവിൻ്റെ മഹനീയമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ? പരലോകത്ത് സ്വർഗം. ആ സ്വർഗം തന്നെ ലക്ഷ്യം വെച്ച് നമ്മൾ പോകണം. അതിനാണ് സ്വർഗത്തിനെ പറ്റി ഖുർആൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. നരകത്തിനെ പറ്റി പറയുന്നതും വായിക്കണം, പേടിയുണ്ടാകാൻ. സ്വർഗത്തിനെ പറ്റി പറയുന്നത് വായിക്കുന്നത് എന്തിനാണ്? ആഗ്രഹം ഉണ്ടാകാൻ, പൂതി ഉണ്ടാകാൻ. ഈ ദുനിയാവിലെ ഈ താൽക്കാലികമായ, ക്ഷണികമായ, നൈമിഷികമായ സുഖാനന്ദങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർ അധികം ആൾക്കാരും അങ്ങനെ തന്നെയല്ലേ? പക്ഷേ അനന്തമായ കാലം, അനശ്വരമായ ജീവിതം നയിക്കാനുള്ള ഒരു ലോകമുണ്ടെന്നത് ഉറപ്പാണ്. മരണമുണ്ട് എന്നല്ലേ ഉറപ്പില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. മരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? നമ്മളിവിടെ മരിച്ച എങ്ങോട്ടാ കൊണ്ടുപോവുക? കണ്ണമ്പറമ്പ അല്ലേ? അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണാനന്തര ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും മഹനീയമായ പ്രതിഫലമാണിത്, സ്വർഗം. സൂറ സജദയിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു വ്യക്തിക്കും ഒരു മനസ്സിനും അറിയാൻ കഴിയുകയില്ല എന്നാ പറയുന്നത്. എന്ത്? മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ. ഖുർറത്തു അഅ്യുനിന്റെ അർത്ഥം പറയണ്ടല്ലോ, എന്താണ്?
കൺകുളിർമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകാൻ രഹസ്യമാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ അനുഭൂതി എത്രയാണ് നമുക്ക് പഠിച്ചോൻ തരിക എന്നുള്ളത് നമുക്കറിയില്ല. ഫലാ തഅലമു നഫ്സ്, അതാർക്കറിയാം? അല്ലാഹുവിനറിയാം. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത നിഷ്കളങ്കമായ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ഭാവന ഖുർആനിൽ പറഞ്ഞ സംഗതിയല്ലേ ഉള്ളൂ, അല്ലേ? ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെ ഓതുമ്പോൾ അതൊക്കെ സ്വർഗത്തിലുണ്ട് എന്നല്ലേ ഉള്ളൂ. പക്ഷേ നമുക്കറിയില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ വിചാരിച്ച പോലെ ഖുർആനിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ എത്രയോ മടങ്ങുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാനുള്ള പ്രതിഫലം. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും. അൽ ഇസ്തിഫാം ലിൽ ഇൻകാർ, അതാണ് ഈ ആയത്തിൻ്റെ ശൈലി. ഇൻ ശകർതും വ ആമൻതും, നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ, ഇൻ ശകർതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, വ ആമൻതും നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, മാ യഫ്അലുല്ലാഹു ബിഅദാബികും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കാര്യമാണുള്ളത്? പിന്നെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമോ? ഇല്ല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും, നിങ്ങളെ ശിക്ഷിക്കുന്നത് കൊണ്ട് പിന്നെ അള്ളാഹ്ക്ക് എന്ത് കാര്യമാണ്? അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? നിങ്ങളുടെ ഈമാൻ അത് നിങ്ങൾ ശക്തമാക്കണം. ഈമാനോടുകൂടി നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾ ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്നാണ്. മാത്രല്ല ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് അള്ളാഹ് പറയുന്നത്. അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടത് എന്താണ്? ശുക്റാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. ലാമു തൗക്കീദാണ്, തൗക്കീദിന്റെ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉറപ്പായും, നിശ്ചയം, നിസ്സംശയം നിങ്ങൾക്ക് അല്ലാഹ് വർധനവ് തരും. വർധനവുണ്ടോ? ഉണ്ടോ? അപ്പോൾ ശുക്റിന്റെ റിസൾട്ട് കാണുന്നുണ്ട് എന്നർത്ഥം. കുറയുന്നുണ്ടോ? എന്ത് കുറയുന്നുണ്ട്? ശുക്ർ കുറയുന്നു. ശുക്ർ എന്തിലൂടെയാണ് കാണിക്കേണ്ടത്? അമലിലൂടെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്? സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ എന്താ? എത്രയാണോ ഉള്ളത് അതിന് കൃത്യമായിട്ട് ആദ്യം ഫർള് വിട്ട്, പിന്നെന്ത് ചെയ്യുക? സുന്നത്ത് വിട്ട്. അതിൽ പഠിച്ചോണ്ട് ഇടപെടുന്നില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദാനധർമ്മങ്ങൾ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. പിന്നെ പറയുന്ന നോക്കൂ, വകാനല്ലാഹു ശാകിറൻ അലീമാ. വകാനല്ലാഹു ശാകിറൻ അലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നന്ദി കാണിക്കുന്നവനാണ് പഠിച്ചോൻ. അല്ലാഹു കൃതജ്ഞനാണ്. അല്ലാഹ്ക്ക് ശുക്റുണ്ട് നമ്മളോട്. നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നമുക്ക് എത്ര വിശ്വാസം, ഈമാനുണ്ട് എന്നൊക്കെ ആർക്ക് ശരിക്കറിയാം? അള്ളാഹുവിനറിയാം. അള്ളാഹു സർവജ്ഞനും അവൻ കൃതജ്ഞനുമാകുന്നു. അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇവിടെ 5 ജുസ് ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു. ഫാത്തിഹ മുതൽ തുടങ്ങിയ കേട്ടോ. ഇനി അടുത്ത 6ാമത്തെ ജുസ് തന്നെ ഇല്ല. നിങ്ങളൊക്കെ മുസാഫിൽ, എൻ്റെ മുസാഫിൽ എങ്ങനെ അല്ലേ? 5 ജുസ് കഴിഞ്ഞില്ലേ? ഇനി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്, പോകല്ലേ?